PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള WCPയുടെ ആൻസർ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അതായത് എക്സാം അനാലിസിസ് ആണ്. അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കും, വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. ഏതൊക്കെയാണ് എന്റെ ശരിയായത്, ഏതൊക്കെയാണ് തെറ്റിപ്പോയതെന്ന് അറിയാനായിട്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എങ്ങനെയൊക്കെയാണ് WCPക്ക് ചോദ്യങ്ങൾ വന്നതെന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. വരും PSC പരീക്ഷകൾ എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ WCPയുടെ എക്സാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും എങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ടാണ് PSC ക്രൗഡ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസും 25 മോഡൽ എക്സാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ PSC അപ്ഡേറ്റുകൾ, ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വരുന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? റൂസോയാണ് അല്ലെ. റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. ഏത് തിരുവിതാംകൂർ രാജാവിന് ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആരുടെയാണ്? ആയില്യം തിരുനാളിന്റേതാണ്. ആരുടെയാണ്? ആയില്യം തിരുനാളിന്റെ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം നടന്നിട്ടുള്ളത്? 1917 റഷ്യൻ വിപ്ലവം നടന്നിട്ടുള്ളത്. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ SCRT എന്നുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നാ നോക്കുന്നത്. 1857 വിപ്ലവം ആദ്യം പൊട്ടിപ്പുറപ്പെട്ട സൂററ്റിലാണ്. അപ്പൊ ഏതാണ് 1857 വിപ്ലവം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? സൂററ്റിലാണ്. ആണോ? അല്ല. എവിടെയാ? മീററ്റിലാണ് അല്ലെ. ഇനി ഡൽഹിയിലെ വിപ്ലവ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ശരിയാണ്. കാൺപൂർ വിപ്ലവ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. അവധിലും ലക്നൌവിൽ വിപ്ലവം നയിച്ച ഭീംറസ്ത് മഹലാണ്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് തെറ്റായിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? ആരാണ്? വെല്ലസി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന് 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കപ്പെട്ടത്? ഏതിന്റെയാ? നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെയാണ് അല്ലെ. ഇതിന്റെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റേതാണ്. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റ് ക്യാബിനറ്റ് മീറ്റിംഗിലും എവറസ്റ്റ് ബേസ് ക്യാമ്പിലും വെച്ച് കൂടിയത് ഏത് വിഷയം ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായിരുന്നു? ഏത് വിഷയവുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടായിരുന്നു ഇവിടെ ക്യാബിനറ്റ് കൂടിയത്? നോക്കിക്കേ. അയൽപക്കത്ത് രാജ്യം അതിർ തർക്കവും ലോകസമാധാനവും അതുപോലെ എവറസ്റ്റിലെ മാലിന്യ സംസ്കരണം, കാലാവസ്ഥ വ്യതിയാനം, ഹിമാനികളുടെ ഉരുകലും. അപ്പൊ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോകത്തിന്റെ ദാനിപുരം എന്നറിയപ്പെടുന്ന പ്രേരീതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നോക്കി. അമേരിക്കൻ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്നു. കാനഡ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ കാനഡയിലും ഗ്രീൻലാൻഡിലും സ്ഥിതി ചെയ്യുന്നു. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? 2 അല്ലെ. കാനഡയിലും അമേരിക്കയിലും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡൽഹിയിൽ 2023 കൂടിയ G20 കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? എന്തായിരുന്നു G20 പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്? നോക്കിക്കേ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതായിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പാംലെ ശുക്ല സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ഏതാണ് ആ ചലച്ചിത്രം? നമ്മുടെ ഓപ്ഷൻ എ ആണ് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. ജമ്മു കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാങ്കിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം ചിനാബ് നദിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ചിനാബ് നദിയിൽ. അടുത്ത് 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് വരുന്നത്? നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയുടെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഏതാണ്? എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ് ഈ പറയുന്നതെല്ലാം.
ഇനി ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് ബന്ധമില്ലാത്തതായിട്ട് വരിക? കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇന്ത്യയുമായി പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ട്രിക്റ്റം ഈസ്റ്റിവം എന്തിന്റെ ശാസ്ത്രനാമമാണ്? ട്രിക്റ്റം ഈസ്റ്റിവം എന്തിന്റെ ശാസ്ത്രനാമമാണ്? ഏതിന്റെയാ? ഗോതമ്പിന്റെ ശാസ്ത്രനാമമാണ് അല്ലെ? ഗോതമ്പിന്റെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവ ശരിയായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ആസ്ഥാനം മുംബൈയാണ്. ധനസഹായം സ്ഥാപിക്കുന്നത്. എന്താണ്? എല്ലാം ശരിയാണല്ലോ. എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നവ ശരിയല്ലാത്ത ഏഷ്യൻ ഗെയിംസിൽ 2023 താഴെ തന്നിരിക്കുന്നവ ശരിയല്ലാത്ത ഏതാ? ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ് എന്നുള്ളതാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? അത്യുൽപാദന ശേഷി വിത്തിനങ്ങൾ ഉപയോഗിച്ചു. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നയിച്ചു. രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഏതാണ്? 2 മാത്രമാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ എന്താണ്? ശരി തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അമൃത്കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അമൃത്കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് ഏതാ? 2022-23 യൂണിയൻ ബഡ്ജറ്റ് ആണ് എന്ത്? ബന്ധമില്ലാത്തത് അല്ലെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ? അല്ലെങ്കിൽ എന്നാ നടന്നേ? നോക്കിക്കേ, 1946 ഡിസംബർ 9-നാണ് അല്ലെ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നു. 2002-ലാണ് നിയമം നിലവിൽ വന്നത്. ഭരണഘടന 21-ാം അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരിക കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു? ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഏതിൽ നിന്നാ കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? 324-ാം വകുപ്പാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. എന്താണ് സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായി മാറി. ഇപ്പോൾ ഭരണഘടന 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. ഏതാ അതിനകത്ത് ശരിയല്ലാത്തതായിട്ട് വരുന്നത്? എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ. വോട്ടവകാശം 21-ൽ നിന്നും 18-ആയി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 1989-ലെ 61-ാം ഭേദഗതിയാണ്. 1989-ലെ 61-ാം ഭേദഗതി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യങ്ങൾക്ക് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷ് ആണ്. ആരാണ്? അപ്പൊ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യം അനുസരിച്ച് എന്താണ്? യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകുന്നത് ഡാഷ് ആണ്. ആരാണ് അംഗീകാരം നൽകുന്നത്? നമുക്കറിയാം അല്ലെ? ആരാണ്? രാജ്യസഭയാണ് അംഗീകാരം നൽകേണ്ടത്. നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവന നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള? വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ഒഫീഷ്യോ ചെയർമാനാണ്. ശരിയാണ്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന നിയമസഭ നിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. ശരിയാണോ? തെറ്റാണ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക സ്ഥാനത്ത് നീക്കം ചെയ്യുന്നു. അതും ശരി തന്നെയാണ്. 1ഉം 3ഉമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എല്ലാവർക്കും അറിയായിരിക്കും. ലോക തണ്ണീർത്തട ദിനം എന്നാ? നമുക്കറിയാം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ നൽകിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ നൽകിയിരിക്കുന്നതെന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186, 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205, 94 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 183. ഇതിനകത്ത് ഏതാണ് ഈ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ വരുന്നത്? 1ഉം 2ഉമാണ് കേട്ടോ. 1ഉം 2 എന്ന് പറയുമ്പോൾ 94 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186, അതുപോലെ 94 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205 ശരിയായിട്ട്
വരിക. അപ്പൊ ഓപ്ഷൻ ഏതൊക്കെയാ? 1ഉം 2ഉമാണ്. ഡി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇനി കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് എന്നാ? 2007 മെയ് 4-നാണ്. 2007 മെയ് 4-നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഏത് വർഷം? 1994 ഏപ്രിൽ 23-നാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഏതാണ് കാരണമായിട്ട് മാറുന്നത്? എന്താണ്? ഹിമോസോയിൻ ആണ് കേട്ടോ. അപ്പൊ റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് HIV ബാധ ചെയ്യുന്ന ടെസ്റ്റ്. HIV ബാധ കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് HIV ബാധ കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്? എലീസയാണല്ലേ, എലീസ. പ്രസവശേഷം ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മോണോഗ്ലോബിന്റെ അളവ് എത്രയാണ്? ഏതാണ്? ഓപ്ഷൻ എ 1. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കോണുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV ആണ് കേട്ടോ. HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിക്കേ, A, B, C, D എന്താണ്? 4 റൈറ്റ് ആൻസർ ആയിട്ട് വരും കേട്ടോ. അടുത്തത്, ഒരു വലിയ വെള്ളച്ചാട്ടത്തിന് അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? എന്താണ് കാരണം? വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജ്ജം താപനില പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് എന്താണ്? കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു എന്നതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നതിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഏതാണ് പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത്? സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നുള്ളതാണ് അല്ലാത്തതായിട്ട് വരുന്നത്. പ്രകാശം സഞ്ചരിക്കാൻ സ്റ്റാർഷിപ്പ് ബഹിരാകാശം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് ആണ് അല്ലെ നിർമ്മിച്ചത്. ഏതാണ്? സ്പേസ് എക്സ് ആണ് അത് നിർമ്മിച്ചത് കേട്ടോ. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7-ന് മുകളിലാണ്. ആറ്റോമിക സംഖ്യ 23 മൂലം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഏത് ബ്ലോക്കിലാ പെടുക? ഡി ബ്ലോക്കിലായിരിക്കും കേട്ടോ പെടുക. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? എത്ര മോളാണ് 90 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്നത്? നോക്കിക്കേ, 5 ആണ് കേട്ടോ. എത്രയാണ്? 5 ആണ്. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏത്? ഏതാണ് ആ ലോഹ സങ്കരം വരിക? നോക്കിക്കേ, നിക്രോം ആണ് കേട്ടോ. ഇതാണ് നിക്രോം ആണ് റൈറ്റ് ആൻസർ. രാജാ രവിവർമ്മയെ കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഏതാണ് രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ട് വരിക? നോക്കിക്കേ, പാശ്ചാത്യ എന്താണ് ചിത്രകല ശൈലിയിൽ നിപുണനാണ്. പ്രശസ്തമായ ചരിത്രമാണ് ശകുന്തളം. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം 3ഉം. എന്താണ്? ഈ 3 പ്രസ്താവനകളും എന്ത് തന്നെയാണ്? അദ്ദേഹത്തെ കുറിച്ചുള്ള ശരികൾ തന്നെയാണ് അല്ലെ. ഇനി എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്ന ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു? എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഏതാണ്? സാഹിത്യമഞ്ജരി 4-ാം ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലാസിക്കൽ പ്രസ്ഥാനത്തെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തെ ക്ലാസിക് കാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ്. ഏതാണ്? നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 2025 ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. രോഹിത് ശർമ്മയെ ടൂർണമെന്റ് താരമായി തെരഞ്ഞെടുത്തു എന്നതാണ് എന്ത് വരുന്നത്? തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്ലെയിനിനും നിക്കോൾ അയൺസിനും ഒപ്പമാണ് സുനിത വില്യംസ് ബുച്ച്മോറും ബഹിരാകാശത്ത് നിന്നും ഫ്ലോറിഡയുടെ തീരക്കടലിലേക്ക് ഇറങ്ങിയത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. 286 ദിവസത്തെ ബഹിരാകാശത്തിന് ശേഷമാണ് ശേഷം സുനിത വില്യംസും ബുച്ച്മോറും ഭൂമിയിൽ എത്തുന്നത്. 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. 3 മാത്രം. 3/8 ദശാംശ രൂപം. 3/8 ദശാംശ രൂപം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് 3/8 ദശാംശ രൂപമായിട്ട് വരിക? നോക്കിക്കേ, ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിനകത്ത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി 52ാമത്തെ ചോദ്യം, 5% വാർഷിക നിരക്കിൽ
ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശ 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒരു ദ്രാവകത്തിന്റെ ആസിഡ് വെള്ളവും 4.3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് 3:1 എന്ന അംശബന്ധത്തിലായി. ഇപ്പോൾ ദ്രാവകത്തിന് എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട്? എത്ര ലിറ്റർ ആസിഡും വെള്ളവുമായിരിക്കും ഉണ്ട്? അതിന്റെ അംശബന്ധം എത്രയായിട്ട് വരും? 18:6 എന്ന രീതിയിലായിരിക്കും കേട്ടോ വരിക. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്? 3 ആണ് കേട്ടോ. കോണുകളുടെ തുക 8100 ഡിഗ്രി ആയ ബഹുഭുജത്തിന്റെ എത്ര വശങ്ങളുണ്ട്? കോണിന്റെ തുക 8100 ഡിഗ്രി ആയിട്ടുള്ള ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടാവും? 47 ആയിരിക്കും കേട്ടോ. ഒരു സമചതുരത്തിന്റെ വികീർണത്തിന്റെ നീളം വശത്തിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? എത്ര മടങ്ങായിട്ടാണ് വരിക? എത്രയാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണ്? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എന്ന് പറയുന്നത് 135 ആണ്. ഇനി 0.256 എന്ന എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാണ്? എത്ര കിട്ടും? നോക്കിക്കേ, 16 ആയിരിക്കും കേട്ടോ. 16. അടുത്തത് 3നും 89നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണെങ്കിൽ ആ 2 സംഖ്യകൾ ഏതെല്ലാം? 9ഉം 27ഉം ആണ് കേട്ടോ. 9ഉം 27ഉം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 മണിക്കൂർ വേഗതയിൽ അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. എന്നാൽ മുഴുവൻ യാത്രയിലും ശരാശരി വേഗം എത്രയാണ്? 24 ആണ് ഓപ്ഷൻ ബി. ഇനി BNC പ്രകാശ ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിൽ എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? എത്ര വർഷം അധികരിക്കാനായിട്ട് പാടില്ല? നോക്കിക്കേ, ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 14 ആണ് കേട്ടോ. BNCന്റെ അധ്യായം ക്രമസമാധാനം ശാന്തതയും നടത്തുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഏത് അധ്യായത്തിലാണ് ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും? ഏതാണ് ഇവിടെ? നോക്കി, ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ് സെക്രട്ടറി ആയിട്ട് വരുന്നത്? ആഭ്യന്തര മന്ത്രിയാണ്. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കുകയോ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയോ ആ കൃത്യം നടക്കുകയോ ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്? വധശിക്ഷയാണ് കേട്ടോ. BNC അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളും ജാമ്യത്തിൽ ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചു വയ്ക്കുകയോ ആ കൃത്യം നടക്കുകയോ ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്നത് 7 വർഷം വരെ തടവാണ് കേട്ടോ. എത്രയാണ്? 7 വർഷം വരെ തടവായിരിക്കും ലഭിക്കുക. BNC അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിലുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടത് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ്? ഏത് സെക്ഷൻ അനുസരിച്ചിട്ട് വരും ഇവിടെ? ഓപ്ഷൻ എ ആണ് കേട്ടോ. സെക്ഷൻ 47 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ കൊടുത്തിരിക്കുന്നത് എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? എന്തിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്? കമ്മ്യൂണിറ്റി പോലീസിനെ പറ്റിയാണ് കേട്ടോ വിശദീകരിക്കുന്നത്. ഭാരതീയ സാക്ഷ്യ അധീനതയിൽ ഒരു സെക്ഷൻ പോലീസ് ഉദ്യോഗസ്ഥരോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിയെ കുറിച്ച് തെളിയിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുള്ളത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 23 ആണ് കേട്ടോ. സെക്ഷൻ 23. അടുത്തത്, ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കോ ചെയ്ത അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തായി കണക്കാക്കപ്പെടുന്നത്? അതിക്രമമാണ് കേട്ടോ. അതിക്രമം. ഭാരസാക്ഷ്യം അധിനിയം പ്രകാരം കാരിക്കേച്ചർ അതൊരു രേഖ കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ താഴെ പറഞ്ഞ വസ്തുക്കളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങളും. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്? ആരാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് കേട്ടോ. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിൽ ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 14 കൊല്ലത്തെ കുറയാത്ത കഠിന തടവാണ് കേട്ടോ. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അത് ബാധകമാവും കേട്ടോ. അടുത്ത 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോപെട്രിക് സബ്സ്റ്റേഷൻ ആക്ടിലെ സെക്ഷൻ 31 പ്രകാരം വധശിക്ഷ ഏതൊക്കെ കുറ്റകൃത്യം ബാധകമാണ്? സെക്ഷൻ
19, 24, 27 എ ആണ് കേട്ടോ. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? എന്ത് കുറ്റമാണ് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകുന്ന എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിനും അർഹനാണ്. അടുത്ത ചോദ്യം, പോക്സോ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഏതാണ് ശരിയായിട്ട് വരുന്നത്? പോക്സോ ആക്ട് രൂപീകരിച്ച പ്രത്യേക കോടതി അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിൽ റിപ്പോർട്ടറെ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണ് കേട്ടോ. അടുത്തത്, ബിയുടെ കമ്പ്യൂട്ടർ സൂക്ഷിച്ച വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിൽ അനുവാദമില്ലാതെയും വഞ്ചനപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയുടെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാകാൻ കഴിയുമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66 പ്രകാരം എ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാകാൻ സാധിക്കും. അടുത്തത്, വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി വരുമ്പോ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ. ഒന്ന് ഇതിനകത്തേക്ക് വരും. ഒന്ന് സെക്ഷൻ ഇത് തന്നെയാണ്. ഐഡന്റിറ്റി മോഷണത്തിന്റെ ശിക്ഷ എന്ത് വരും? 2 സെക്ഷൻ 66C ആയിരിക്കും. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചുള്ള ആർമാട്ടം നടത്തി വഞ്ചിക്കാനുള്ള ശിക്ഷ ഏത് വരും? സെക്ഷൻ 66D വരും. സ്വകാര്യ ലംഘിച്ചുള്ള ശിക്ഷ സെക്ഷൻ 66E വരും കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ വരിക. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ നിയമം ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞതെല്ലാം എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല കേട്ടോ. മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല എന്നുള്ളതാണ്. അടുത്ത, വിവരാവകാശ ഉദ്യോഗസ്ഥ വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള സാധ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. നിഷ്ഫല യത്നം എന്ന അർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. നിഷ്ഫല യത്നം എന്ന് പറയുന്ന ശൈലി ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം എന്താണ്? നിരാമയം. നിർ പ്ലസ് ആമയം. ഓപ്ഷൻ ഡി ആണ്. സമത എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. ഏതാണ്? തുല്യതയാണ് കേട്ടോ. തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഒറ്റപ്പദമായിട്ട് വരിക വ്യാഴവട്ടമാണ് കേട്ടോ. വ്യാഴവട്ടം. താഴെ കൊടുത്തിരിക്കുന്ന ബഹുത്വ സൂചക നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ബഹുത്വ സൂചക നൽകുന്ന പദം എന്ന് പറയുന്നത്? നോക്കിക്കേ, ഏതാ? ഓപ്ഷൻ സി ആണ്. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ശുദ്ധരൂപം ഏതാ? ഓപ്ഷൻ ബി അഷ്ടമുഷ്ടിയാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം. ഈ വരികൾ സമാനമായി വരുന്ന പഴഞ്ചൊല്ലേത്? ഏതാണ്? പാലോട് ചേർന്ന വെള്ളവും പാലാകും എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, പ്രിമിറ്റീവ് എന്നതിന്റെ പരിഭാഷ പദം കണ്ടെത്തുക. ഏതാണ് ഇതിന്റെ പരിഭാഷ പദമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദം കൂട്ടം ഏതാണ്? കാടെന്നതിന്റെ പര്യായ കൂട്ടമായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 91, ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫൈൻഡ് ദെയർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഏതാണ് അതിനകത്ത് കറക്റ്റ് സെന്റൻസ് ആയിട്ട് വരുന്നത്? നോക്കിക്കേ, ഇതിനകത്ത് ഏതാണ് 95 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ. ഏതാണ് കറക്റ്റ് കളക്റ്റീവ് നൗൺ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഏതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. അനോണിമസ് അബണ്ടന്റ്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാണ് ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓവർ എന്നതാണ്.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട്? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നല്ലേ? അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഭയങ്കര എന്താണ്, ഭയങ്കര ടഫ് ഒന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള, അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം ആൻസർ ഒക്കെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഏറെക്കുറെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇനി അടുത്ത് നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏകദേശം ഒരു മാതൃകയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ലൈക്ക് അടിക്കാന്ന് കമന്റ് ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.